ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ വെയർ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യന് ചോദിക്കുന്നത് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പം അത് കുറച്ച് പേരിലോട്ടോ ആ വെയർ എന്ന് പറയുന്ന വീഡിയോ എത്തിയിട്ടുള്ളൂ. നിങ്ങൾ അത് കുറെ പേരുടെ കാണണം. ഞാനിവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാരണം അത് വെച്ചിട്ട് ചോദിക്കാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ അതിൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ് ഒന്ന് കേട്ടു നോക്കുക. ഇന്ന് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച്, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എങ്ങനെയാണ് ചോദിക്കാൻ പറ്റുന്നത്, ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ ക്ലാസ് ആണ്. കാരണം നമ്മൾ എപ്പോഴും ചോദിക്കുന്നത് ഇന്നെന്താണ് നമ്മൾ നടക്കുന്നത്, ഇന്ന് നീ കട തുറക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ നിന്റെ വീട്ടിൽ അച്ഛനുണ്ടോ അമ്മയുണ്ടോ, അമ്മ ഇപ്പോൾ കറി വെക്കുകയാണോ, അങ്ങനെ നീ ഇപ്പോൾ ഓഫീസിലാണോ ഇപ്പോൾ സ്കൂളിലാണോ, ഇങ്ങനെ ഇപ്പോഴുള്ള കാര്യങ്ങളെ കുറിച്ച് എങ്ങനെയാണ് ചോദിക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ആര് വേണം? നമുക്കറിയാം. ഇപ്പോഴത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി നമുക്ക് ഈസ്, ആം, ആർ വേണമെന്ന് നമുക്കറിയാം. അതിന്റെ അർത്ഥം ആണ് എന്നാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് ആണോ എന്ന് ചോദിക്കാൻ അത് ക്വസ്റ്റ്യൻ ആക്കിയാൽ മാത്രം മതി. അപ്പം ഇപ്പോഴത്തെ കാര്യങ്ങൾ ചോദിക്കാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നതെന്ന് അറിയാം. അപ്പോൾ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇപ്പൊ ചോദിക്കുകയാണ്, നിന്റെ അച്ഛൻ വീട്ടിലുണ്ടോ? നമുക്ക് അങ്ങനെയൊക്കെ ചോദിക്കേണ്ടി വരുന്നൊരു കാര്യമുണ്ട് അല്ലേ? നിന്റെ അച്ഛൻ വീട്ടിലുണ്ടോ? എങ്ങനെ ചോദിക്കാം? നിന്റെ അച്ഛൻ വീട്ടിൽ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നത് എന്താ? ഇപ്പോൾ ഒരാളെ കാണുമ്പോഴല്ലേ നമ്മൾ ചോദിക്കാം, ഇപ്പൊ നിന്റെ അച്ഛൻ വീട്ടിലുണ്ടോ? എങ്ങനെ ചോദിക്കാം? അച്ഛൻ അല്ലെ, ഫാദർ. അപ്പൊ ഈസ് യുവർ ഫാദർ അറ്റ് ഹോം നൗ? ഇപ്പോഴാണ്, ഇപ്പോൾ വീട്ടിലുണ്ടോ? അപ്പൊ ഈസ്. അപ്പൊ ഫാദറിന്റെ കൂടെ ആര് വരണം? ഈസ് വരണം. അപ്പൊ നമുക്ക് ചോദിക്കണമെങ്കിൽ നമുക്കറിയാം അത് തിരിച്ചിടണമെന്നറിയാം. അപ്പൊ ഈസ് യുവർ ഫാദർ അറ്റ് ഹോം നൗ? നൗ എന്നാണെങ്കിൽ ഇപ്പോൾ നിന്റെ ഫാദർ വീട്ടിലുണ്ടോ എന്നാണ് അർത്ഥം. അടുത്ത ഒന്നാണെങ്കിൽ നീ ഇപ്പോൾ ഓഫീസിലാണോ? എങ്ങനെ ചോദിക്കും? നീ ഇപ്പോൾ ഓഫീസിലാണോ എന്ന് എങ്ങനെ ചോദിക്കും? നീ എന്ന് പറയണമെങ്കിൽ യുവിന്റെ കൂടെ ആരാണ്? ആരാണ്. ആർ യു ഇൻ ഓഫീസ്? ആർ യു ഇൻ ഓഫീസ്? അപ്പൊ ഇപ്പോഴാണ്. നമ്മൾ അവിടെ നൗ എന്ന് ചേർത്തില്ലെങ്കിലും നമുക്കറിയണം ആർ യു ഇൻ ഓഫീസ്. ആർ യു ഇൻ ഓഫീസ് എന്ന് ചോദിച്ചാൽ നൗ, ഇപ്പോഴാണ്. അടുത്തത്, അവന്റെ കട തുറന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴാ ചോദിക്കുക? നമ്മൾ ഇപ്പൊ ഒരാളെ കാണുമ്പോഴാണ് ചോദിക്കുന്നത് അവന്റെ കട തുറന്നിട്ടുണ്ടോ? എങ്ങനെ ചോദിക്കണം? അവന്റെ. എങ്ങനെ ചോദിക്കണം? ഹിസ്. അപ്പൊ എന്ത് വേണം? ഈസ്. ഈസ് ഹിസ് എന്താണ് തുറന്നേക്കുന്നത്? ഷോപ്പ് ഓപ്പൺ. ഈസ് ഹിസ് ഷോപ്പ് ഓപ്പൺ ടുഡേ എന്ന് കൊടുത്താൽ ഇന്ന് തുറന്നിട്ടുണ്ടോ? അടുത്ത, ഇപ്പോൾ നീ കടയിലുണ്ടോ? ഇപ്പൊ നീ കടയിലുണ്ടോ എന്ന് ചോദിക്കുന്നത് എന്താ? ഇപ്പൊ നീ കടയിലാണോ? അപ്പൊ എങ്ങനെ ചോദിക്കണം? നീ, യു. ആർ യു ഇൻ ദ ഷോപ്പ്? അവിടെ നോ ഒന്നും നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമുക്കറിയാം അത് ആര് വന്നു, ഇപ്പോഴത്തെ കാര്യമാണ് ചോദിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. നെക്സ്റ്റ്, ഇപ്പോൾ നീ അവനോട് സംസാരിക്കുകയാണോ? എങ്ങനെ ചോദിക്കണം? അതായത് ഇപ്പൊ നീ അവനോട് സംസാരിക്കുകയാണോ? എങ്ങനെ ചോദിക്കണം? ആർ യു, നീ സംസാരിക്കുകയാണോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം വേർബ് വരുമ്പോൾ ING വേണമെന്നറിയാം. അപ്പൊ ആർ യു ടോക്കിംഗ് ടു ഹിം? അവനോട് സംസാരിക്കുകയാണോ ഇപ്പോൾ? ആർ യു ടോക്കിംഗ് ടു ഹിം നൗ? ഇപ്പോൾ. അടുത്ത, അവളിപ്പോ പാടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ? അവളിപ്പോ പാടുവാണോ? എങ്ങനെ ചോദിക്കാം? ഈസ് ഷീ സിംഗിങ് നൗ? കാര്യം നമുക്കറിയാം ഈ മാറിന്റെ കൂടെ വെർബ് ING ആണ്. ഈസ് ഷീ സിംഗിങ് നൗ? അടുത്ത, ഇപ്പോ നീ വീട്ടിലില്ലേ? ഇപ്പോൾ നീ വീട്ടിലില്ലേ? എങ്ങനെ ചോദിക്ക? നീ, യു. അപ്പോ ആർ. അപ്പൊ വീട്ടിലില്ലേ എന്നാണ് ചോദ്യം. അപ്പോ ആർ നോട്ട് വേണമെന്ന് നമുക്കറിയാം. അപ്പൊ യു എവിടെയാണ്? അറ്റ് ഹോം നൗ എന്ന് വേണം. നൗ എന്ന് ഇനി അവിടെ ചേർത്തില്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാവണം നൗ അന്ന് അവിടെ ഉണ്ട് എന്ന്. യു അറ്റ് ഹോം നൗ? ഇപ്പോൾ നീ വീട്ടിലില്ലേ? അടുത്ത, ഇന്ന് നീ വരുന്നില്ലേ? ഒരുങ്ങി നിൽക്കുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ ചോദിക്കണേ, നീ ഇന്ന് വരുന്നില്ലേ? എങ്ങനെ ചോദിക്കും? ആറിൻറ്റ് യു കമ്മിങ് ടുഡേ? ആറിൻറ്റ് യു കമ്മിങ് ടുഡേ? കാര്യം നമ്മൾ ചോദിച്ചേണ്ട വരുന്നില്ലേ? ആറിൻറ്റ് യു?
അടുത്ത ഇന്ന് ബസ് ഓടുന്നില്ലേ? നിങ്ങൾ പറയൂ, ബസ് ഓടുന്നില്ലേ? ഈസ് നോട്ട് വേണം അല്ലെ? അപ്പൊ ഈസ് ഇൻ ദ ബസ് റണ്ണിങ് ടുഡേ. ഈസ് ഇൻ ദ ബസ് റണ്ണിങ് ടുഡേ. ഇന്ന് ബസ് ഓടുന്നില്ലേ? അടുത്ത പിന്നെ എന്നാണ്, നീ ഡോക്ടർ ആണോ? എങ്ങനെ ചോദിക്കും? നീ ഡോക്ടർ ആണോ എങ്ങനെ ചോദിക്കും? നീ ആവുമ്പോൾ എന്ത് വേണം? ആർ യു എ ഡോക്ടർ? ആർ യു എ ഡോക്ടർ? നീ ഡോക്ടർ ആണോ? അപ്പൊ കഴിഞ്ഞ ഒരു ക്ലാസ്സിന്റെ ഒരു കമന്റ് കണ്ടു, നിങ്ങൾ ടീച്ചർ ആണോ എങ്ങനെ ചോദിക്കുന്നു? എങ്ങനെ ചോദിക്കണം? നിങ്ങൾ ആർ യു എ ടീച്ചർ? നിങ്ങൾ ടീച്ചർ ആണോ? അതേപോലെ നിങ്ങൾ ഓട്ടത്തിലാണോ ചോദിക്കും. അതായത് ഇപ്പൊ നമ്മളൊരു ഓട്ടോറിക്ഷയൊക്കെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കും, നിങ്ങളിപ്പോൾ ഓട്ടത്തിലാണോ? എങ്ങനെ ചോദിക്കും? എങ്ങനെ ചോദിക്കും? നിങ്ങൾ ആർ യു ഓൺ ദ റൺ? നിങ്ങൾ ഓട്ടത്തിലാണോ? ആർ യു ഓൺ ദ റൺ? കാരണം നമ്മൾ ഓട്ടോറിക്ഷ വിളിക്കുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കും, നിങ്ങളിപ്പോ ഓട്ടത്തിലാണോ? ആർ യു ഓൺ ദ റൺ? ഓട്ടത്തിലാണോ? അതുപോലെ ഇന്നാണോ അവർ വരുന്നത്? ഇന്നാണോ അവർ വരുന്നത്? ഇന്നാണോ? എങ്ങനെ ചോദിക്കും? ആർ ദേ? അവർ ദേ കമ്മിങ് ടുഡേ? ആർ ദേ കമ്മിങ് ടുഡേ? ഇന്ന്. അതേപോലെ ബസ് പോവാൻ നിൽക്കുവാണോ? നമ്മൾ ബസ് കയറി ഇരുന്നിട്ട് ഇപ്പോഴത്തെ കാര്യമാണ് ചോദിക്കേണ്ടത് അല്ലെ? ബസ് പോവാൻ നിൽക്കുകയാണോ? എങ്ങനെ ചോദിക്കും? ബസ്സാണ്, ഈസ് വേണം. ഈസ് ദ ബസ് എന്ത് ചെയ്യാൻ നിൽക്കുകയാണ്? ബസ് പോകാൻ നിൽക്കുവാണോ? വെയിറ്റിംഗ് ടു ഗോ. ഈസ് ദ ബസ് വെയിറ്റിംഗ് ടു ഗോ? പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണോ? വെയിറ്റിംഗ് ടു ഗോ. അടുത്ത ക്രിസ്മസിന് നമ്മൾ എല്ലാവരോടും ചോദിച്ചൊരു കാര്യമാണ്, കേക്ക് വാങ്ങാൻ പോവാണോ? കേക്ക് വാങ്ങാൻ പോവാണോ? എങ്ങനെ ചോദിക്കും? നിങ്ങൾ കേക്ക് വാങ്ങാൻ പോവാണോ? ആർ യു ഗോയിങ് ടു ബൈ കേക്ക്? ആർ യു ഗോയിങ് ടു ബൈ കേക്ക്? കേക്ക് വാങ്ങാൻ പോകുവാണോ? ഇനി ഡോക്ടറെ കാണാൻ പോവാണോ? എങ്ങനെ ചോദിക്കണം? എങ്ങനെ ചോദിക്കണം? നീ ഡോക്ടറെ കാണാൻ പോവാണോ? ആർ യു. ഇനി ചോദിക്കണം എന്താ? ഗോയിങ് ടു സീ ദ ഡോക്ടർ? ഡോക്ടറെ കാണാൻ പോവുകയാണോ? പിന്നെ എന്താണ്, നമ്മൾ എങ്ങോട്ടെങ്കിലും പോവാൻ നിൽക്കുമ്പോൾ പോവാൻ റെഡി ആവുകയാണോ? നീ പോവാൻ റെഡി ആവുകയാണോ? എങ്ങനെ ചോദിക്കണം? ആർ യു റെഡി ടു ഗോ? പോകാൻ റെഡി ആവുകയാണോ? പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയല്ലേ, സിനിമയ്ക്കൊക്കെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നീ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണോ? എങ്ങനെ ചോദിക്കാം? നീ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കാം. ഇപ്പൊ നമ്മൾ യു വെച്ച് നോക്കി, അപ്പൊ അവൻ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കാം? ഈസ് വേണം. ഈസ് ഹി വെയിറ്റിംഗ് ടു ബൈ? എന്തിനു വേണ്ടിയിട്ടാണ്? ടിക്കറ്റ്. ടിക്കറ്റ്. ഇപ്പൊ ഞാന് ഇതൊക്കെ എന്താണ്? ഇതിന്റെയൊക്കെ അവസാനം നമ്മൾ നൗ എന്നുണ്ടെന്ന് ഓർക്കാം. നമുക്കറിയാം ഈസാം ആർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയാം. ആണെന്നും അല്ലേന്നും ഒക്കെ ഉപയോഗിക്കുന്നത്. അതിന്റെ കൂടെ വേർബ് ING ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിന്റെ അറ്റത്തൊരു നൗ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവണം? ഒരാൾ നമ്മളോട് ചോദിക്കും, അത് നൗ ഇപ്പോഴത്തെ കാര്യമാണ് ചോദിക്കുന്നതെന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അപ്പൊ ഇന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ തന്നു. അപ്പൊ നിങ്ങൾ ഇത് കേട്ടു നോക്കുക. കേട്ടു നോക്കിയാൽ നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ പാർട്ട്ണറോടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളോടോ ഒക്കെ ആയിട്ട് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ഇംഗ്ലീഷിലാക്കി ചോദിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ കുറേ ദിവസമായിരുന്നു വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. കാര്യം അറിയാം നിങ്ങൾക്ക്, ഞാൻ കുറച്ച് ദിവസം പനിച്ചു കിടന്നു. അതിനുശേഷം ക്രിസ്മസിന്റെ ഒക്കെ തിരക്കായി പോയി. വീട്ടിൽ ഒത്തിരി ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ തിരക്കിപ്പെട്ടു പോയതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ കഴിഞ്ഞില്ല. പക്ഷേ എൻ്റെ ഒരു വലിയ സന്തോഷം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാൻ ക്രിസ്മസിന്റെ ആ രാത്രി രാവിലെ ഏറ്റിട്ട് വെറുതെ ഒന്ന് എൻ്റെ വാട്സപ്പ് നോക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ വാട്സപ്പ് നിറച്ചും മെസ്സേജ് ആയിരുന്നു. അത് ഇത് ഞാൻ നിങ്ങൾക്ക് വിളിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഫോണാണ്. അപ്പൊ എൻ്റെ ഈ ഫോണാണ് ഞാൻ രാവിലെ എടുത്ത് നോക്കുന്നത്. എൻ്റെ ഈ നമ്പറിലുള്ള ഈ ഫോണിൽ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറുള്ള എൻ്റെ ഫോണിൽ ഞാൻ നോക്കുമ്പോൾ ഒത്തിരി പേര് എന്നെ ക്രിസ്മസിന് ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി പേര് വിഷ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ആ ഒരു സന്തോഷം ഭയങ്കര വലുതായിരുന്നു. കാരണം എന്നെ കണ്ടിട്ടില്ല ആരും. അപ്പൊ ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നതേ ഉള്ളൂ എല്ലാവരും. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ എന്നെ ഓർത്തതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ
ഒത്തിരി പേര് എനിക്ക് എന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെ ഓർത്തു മെസ്സേജ് ചെയ്തവരുണ്ട്. മേഡം എന്തെടുക്കുകയാണ്, തിരക്കിലായിരിക്കും എന്നറിയാം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തവരുണ്ട്. എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. എല്ലാവരോടും എനിക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ ഒന്നും ഇടാൻ കഴിഞ്ഞില്ല. കാര്യം അറിയാലോ, വീട്ടിൽ തിരക്കായിരുന്നു. അപ്പം ഇന്ന് എല്ലാവർക്കും നല്ല 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 പ്രതീക്ഷയുള്ള ക്രിസ്മസ് ദിവസം നിങ്ങൾക്ക് താമസിച്ചു പോയെങ്കിലും നേരെയാണ്. ഇനി പുതുവർഷം വരാൻ പോവുകയാണ്. അപ്പം നിങ്ങളുടെ പ്രതീക്ഷകൾ അടുത്ത കൊല്ലത്തേക്ക് വേണ്ടി നിങ്ങൾ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന നിങ്ങളുടെ നല്ല നല്ല പ്രതീക്ഷകൾ എല്ലാം നടക്കട്ടെ എന്നും കൂടെ ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾ പുതിയ പുതിയ കുറേ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതേപോലെ തന്നെ ഇതൊക്കെ ചെയ്യണം എന്നുള്ള പുതിയ പുതിയ തീരുമാനങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള നിങ്ങളുടെ ജീവിതത്തിലെ കുടുംബം ഇങ്ങനെയൊക്കെ കൊണ്ടുപോകണം, മക്കളെ ഇങ്ങനെയൊക്കെ നോക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ, നന്നായി പഠിക്കണം, ന്യൂ ഇയർ അങ്ങനെ ആവണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ ന്യൂ ഇയറിൽ പൂവിടട്ടെ, പൂവണിയട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ് ഞാൻ. എന്നെ ഓർത്ത നിങ്ങളോട് ഒത്തിരി ഒത്തിരി നന്ദി പറയുകയും കൂടെ ചെയ്യുകയാണ്. അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതേപോലെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ പ്രയോജനപ്പെടുന്ന ഈ അവധിക്കാലത്തൊക്കെ വെറുതെ ഇരുന്ന് സമയം കളയാതെ ഇങ്ങനത്തെ കുറച്ച് നല്ല നല്ല വീഡിയോസ് ഒക്കെ കണ്ട് അവരുടെ ബ്രെയിനിന്റെ വളർച്ചയെ നിങ്ങൾ നന്നാക്കി എടുക്കുക. കാരണം വേറെ കുറെ അതും ഇതുമൊക്കെ കണ്ട് ടൈം കളയാതെ ഒത്തിരി നമുക്ക് പ്രയോജനപ്പെടുന്ന ഒത്തിരി വീഡിയോസ് നമ്മുടെ യൂട്യൂബിലുണ്ട്. ഇത് എൻ്റെന്ന് മാത്രമല്ല കേട്ടോ, ഒത്തിരി പേരുടെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ കണ്ട് കുട്ടികളെ നിങ്ങൾ പ്രചോദിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇത് നിങ്ങളുടെ ബോക്സാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വളരെയധികം വിലയേറിയ അഭിപ്രായങ്ങൾ മാന്യമായി തന്നെ ഇടുക. ഞാൻ നിങ്ങളുടെ കമൻറ്റ് എല്ലാം നോക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി പറയുകയാണ്.